ഹായ്! ഇന്ന് നമ്മൾ ഒരു ബ്രാഹ്മിൺ സദ്യ കഴിക്കാൻ പോയാലോ? വാ! നമുക്കതിന്റെ കാഴ്ചകളും വിശേഷങ്ങളിലൊക്കെ ഒന്ന് പോവാം. ഇന്ന് പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിന്റെ തൊട്ടടുത്തൊരു ദേവീക്ഷേത്രമുണ്ട്. ശ്രീകണ്ഠേശ്വരം ട്രസ്റ്റിന്റെ കീഴിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രവും വരുന്നത്. ശ്രീ ദുർഗാദേവി ക്ഷേത്രം ശ്രീകണ്ഠേശ്വരം. അവിടെയാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഇന്ന് നവരാത്രിയുടെ ഉത്സവമായതുകൊണ്ട് കോലമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എന്താ പറയാ, നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോവാം. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ബ്രാഹ്മിൺ സദ്യ, അതായത് തമിഴ് സ്റ്റൈലിലുള്ള ഒരു ബ്രാഹ്മിൺ സദ്യ കഴിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ ഒരു സദ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവൽ തന്നെയാണ്. അപ്പം ഈ ഒരു സദ്യ എങ്ങനെ ഉണ്ടാകുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ഇലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇല ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഓരോ സാധനങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഷാനു നല്ല വെയിറ്റിങ്ങിലാണ്. അപ്പം ഇതാ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സദ്യ കഴിക്കുന്നതിനൊരു രീതിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കോഴിക്കോടായത് കൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഒരു സ്റ്റൈൽ, കാരണം നമുക്ക് ബിരിയാണി ഒക്കെയാണ് അവിടെ ഒരു ട്രെൻഡിങ്. അപ്പം ഇവിടെയാണ് സദ്യ കഴിക്കുന്നതിൻ്റെ ഒരു രീതിയൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. അപ്പം ഇവിടെ ഫസ്റ്റ് പായസം വരും. അങ്ങനെ എന്താ പറയുക, ഈ പായസം, തോരൻ, അതേപോലെ അച്ചാറ്, പച്ചടി, ആ വക സാധനങ്ങളൊക്കെ വരും. അതൊക്കെയാണ് ആദ്യം വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ, അതായത് കോഴിക്കോടൊക്കെ പായസം ഒക്കെ ലാസ്റ്റാണ്, അത് ഗ്ലാസ്സിലേക്ക് കൊടുക്കുള്ളൂ. പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതാരായാലും ചെറിയ കൊച്ചു കുട്ടികളായാലും പായസമൊക്കെ ഇലയിൽ മാത്രമേ കൊടുക്കുള്ളൂ, ഗ്ലാസ്സിൽ ഇവിടെ കൊടുക്കൂല. അപ്പം ആ ഒരു പ്രത്യേകത, നല്ലൊരു വ്യത്യാസം ഇവിടെ ഉണ്ട്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും നല്ല വ്യത്യാസമുണ്ട്. പായസം കുടിച്ചതിന് ശേഷം നമുക്ക് പിന്നെ കൊണ്ടുവരുന്നത് പരിപ്പാണ്. പരിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പരിപ്പല്ല, ചെറുപയറിൻ്റെ പരിപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇവിടെ ഉള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് അറിഞ്ഞത്. അപ്പോൾ പരിപ്പും നെയ്യും കൂട്ടിയിട്ടാണ് നമ്മൾ അടുത്ത ചോറ് കഴിക്കാൻ പോകുന്നത്. പരിപ്പും നെയ്യാണ് ഫസ്റ്റ്, അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് പരിപ്പും നെയ്യാണ്. അത് കൂട്ടിയിട്ടാണ് നമ്മൾ ചോറ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ്. അതായത് നമ്മുടെ കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതികളുടെ വ്യത്യാസമുണ്ട്. കാരണം നമുക്കവിടെ എല്ലാം കൂടെ ഒരുമിച്ചാണ് കഴിക്കുന്ന ഒരു രീതി. പക്ഷെ ഇവിടുത്തെ കഴിക്കുന്ന രീതിക്ക് പോലും നല്ല വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ആദ്യം കഴിക്കുക പരിപ്പും നെയ്യും പപ്പടവും കൂട്ടിയിട്ടാണ് നമ്മൾ ചോറ് കഴിക്കുന്നത്. അത് നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ്. അത് ചെറുപയറിൻ്റെ പരിപ്പാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ പരിപ്പും ചോറും കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ചോറ് കൊണ്ടുവരും. അത് സാമ്പാറും കൂടി കഴിക്കാനാണ്. സാമ്പാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ രീതിയല്ല, നല്ല രീതിക്കുള്ള വ്യത്യാസം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ നല്ല തേങ്ങ അരച്ച സാമ്പാറൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. പിന്നെ പപ്പടവും പായസവും തരും. അത് നല്ല രീതിക്കുള്ള ഇതാണ്. അതായത് പപ്പടവും പായസവും ഒക്കെ ഇങ്ങനെ ഈ പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അതൊരു ഫീലാണ്. അത് ശരിക്കും പറഞ്ഞാൽ വായിൽ വെള്ളം വരും ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ ഈ പായസം കഴിച്ചതിന് ശേഷം നമുക്ക് പിന്നെയും ചോറ് വരും. അത് മോരും കൂട്ടി കഴിക്കാനാണ്. അതൊക്കെ കൂട്ടി കഴിച്ച് എന്താ പറയുക, ഇലയും മടക്കി അത് ഒരു വല്ലാത്തൊരു ഫീലാണ് കഴിക്കുന്നത്. വയറ് നിറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ഫുഡ് കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്.